വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വീണ വിത്ത് ഇവയാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റ് ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിതക്കാരൻ്റെ ഉപമ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 9 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നു. ഇവിടെ വിതക്കാരൻ്റെ ഉപമയുടെ വ്യാഖ്യാനമാണ് 4-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കേട്ടത്. എല്ലാവരെയും പോലെ ശിഷ്യന്മാരെയും വചനം ഉൾക്കൊള്ളുന്നതിനുള്ള അപര്യാപ്തത എന്താണ് എന്നും യേശു തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഉപമ വിശദീകരിക്കുന്നത് വഴിയായി. തൻ്റെ പ്രബോധനങ്ങളുടെ അർത്ഥം ശിഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇവിടെ യേശു ചെയ്യുന്നത്. അവിടുന്ന് ഉപമകളിലൂടെയാണ് സംസാരിച്ചിട്ടുള്ളത്. ധാരണാശേഷിയില്ലാത്തവരും കഠിനഹൃദയരുമായിട്ടാണ് പരസ്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. വചനമാകുന്ന വിത്ത് ഫലം പുറപ്പെടുവിക്കുന്നത് തടയുന്ന ആദ്യത്തെ ശത്രു സാത്താനാണ് എന്നാണ് ഇവിടെ യേശു തമ്പുരാൻ വിവരിക്കുന്നത്. പൈശാചിക ശക്തിയുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിയുടെ ആരംഭം മുതൽ നാം കാണുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോക്കാലിപ്സ് ഗ്രന്ഥങ്ങളിൽ പക്ഷികളെ സാത്താൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നുണ്ട്. 1 ഏനോക്ക് 9-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോൾ ഒന്നാമത്തെ ശത്രു സാത്താനാണ്. രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ശരീരമാണ്. സ്വാഭാവികമായി ക്ലേശങ്ങളും പീഡകളും ഇഷ്ടമില്ലാത്തത് ശരീരത്തിനാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ അത് ആ വ്യക്തിയെ മൊത്തമായി ബാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. വചനത്തിൻ്റെ മൂന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് ലോകമാണ്. ഇവിടെ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളുമൊക്കെ ഈ വചനത്തെ ഞെരുക്കിക്കളയുകയാണ്, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാത്തതാക്കി മാറ്റുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹായും ലോകം, പിശാച്, ശരീരം എന്നീ 3 ശത്രുക്കളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ.
വിത്തുകൾ നാം നോക്കുമ്പോൾ വിത്തുകൾ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടെങ്കിലും നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. അനുതാപം, മാനസാന്തരം, സൽപ്രവർത്തികൾ എന്നിവയുടെ പ്രതീകമായിട്ടാണ് ഫലങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്തുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വിത്തുകളുടെ വ്യാഖ്യാനം അവസാനിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലുണ്ടാകുന്ന പരാജയങ്ങൾ മനസ്സുമടുക്കാതെ ഒടുവിൽ ഉണ്ടാകുവാനിരിക്കുന്ന വലിയ വിളവിൽ പ്രതീക്ഷ വച്ചുകൊണ്ട് ശിഷ്യന്മാർ കർമ്മോത്സരായി പ്രവർത്തിക്കണം എന്നാണ് യേശു തമ്പുരാൻ അവരോട് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആരംഭഘട്ടങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധികൾ കണ്ടുകൊണ്ട് നാം തളർന്നു പോകുവാനുള്ളവരല്ല. തമ്പുരാനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പല കാരണങ്ങളാൽ നമുക്കൊക്കെ നിരാശ വരാൻ സാധ്യതയുണ്ട്. വിത്തുകൾ വഴിയിൽ വീഴുമ്പോഴും പാറപ്പുറത്ത് വീഴുമ്പോഴും മുൾച്ചെടികൾക്കിടയിൽ വീഴുമ്പോഴുമൊക്കെ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് കാണുമ്പോൾ നമുക്ക് നിരാശയുണ്ട്. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ അത് വിദ്യാഭ്യാസ രംഗമാകട്ടെ, ആതുര ശുശ്രൂഷയാകട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളാകട്ടെ, അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരാജയം സംഭവിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാതെ വരുമ്പോൾ നമ്മളൊക്കെ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാലിത് തമ്പുരാൻ്റെ പ്രവർത്തനമാണ്. അവിടുന്ന് എല്ലാം നന്മയ്ക്കായി ചെയ്തു തരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 3 നിലങ്ങൾ 3 തരം ഹൃദയത്തെ പ്രതിനിധാനം ചെയ്യുന്നതായി തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തേത് കഠിന ഹൃദയം. ഇത്തരം ഹൃദയത്തെ വചനം സ്പർശിക്കുന്നത് പോലുമില്ല. കല്ലുകൊണ്ടുള്ള ഹൃദയത്തെ എന്നിൽ നിന്ന് എടുത്ത് കനിവുള്ള മാംസളമായ ഒരു ഹൃദയത്തെ തരണമേ എന്നാണല്ലോ തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മളിലുള്ള കഠിന ഹൃദയത്തിൻ്റെ ആ ഒരു രീതിയിൽ തുടരുവാനുള്ളവരല്ല നമ്മൾ. കനിവുള്ള മാംസളമായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറണമെന്നുള്ളതാണ്. വായിക്കുന്നതും കേൾക്കുന്നതുമായ ദൈവവചനം നമ്മെ അല്പം പോലും സ്പർശിക്കുന്നില്ലെങ്കിൽ നമ്മുടേത് കഠിനമാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വചനം നമ്മിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല എങ്കിൽ അത് വചനത്തിൻ്റെ കുഴപ്പമാണോ അതോ വീഴുന്ന ആ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണോ, പാറപ്പുറത്ത് വീണ വിത്ത് പോലെ അതിന് കാഠിന്യം കൊണ്ടാണോ അത് ഫലം പുറപ്പെടുവിക്കാത്തത് എന്നുകൂടി നാം മനസ്സിലാക്കണം. രണ്ടാമത്തേത് ആഴമില്ലാത്ത ഹൃദയം. ആഴമായ ബോധ്യങ്ങളുടെ അഭാവത്തിൽ ചില്ലറ ക്ലേശങ്ങൾ പോലും വചനാധിഷ്ഠിതമായ ജീവിതത്തിനു വേണ്ടി ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്ത ഹൃദയമാണിത്. അതാണ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത്. അത് വളർന്നു വരുമ്പോൾ അതിനെ ഞെരുക്കിക്കളയുന്ന, പ്രയോജനമില്ലാതാക്കി തീർക്കുന്ന സ്വാർത്ഥമതികളുടേതായ ഒരു ലോകം. സെൽഫിഷ് മാൻ ഈറ്റിംഗ് ഹിംസെൽഫ് ആൻഡ് ഡിസ്ട്രോയിങ് ഹിംസെൽഫ് എന്നാണ്. സ്വാർത്ഥതയുടെ ഉടമ നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയുടെ ഉടമയായിട്ടാണ് മാറുന്നത്. മൂന്നാമത്തേത് തിങ്ങി നിറഞ്ഞ ഹൃദയമാണത്, ക്രൗഡഡ്. ഈ ലോകവും അതിൻ്റെ ആസക്തികളുമെല്ലാം തിങ്ങി നിറഞ്ഞ ഹൃദയം. ദൈവത്തെയും മാമോനെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന ആളുകളായിട്ട് മാറുകയാണവർ. ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും ആഗ്രഹത്തെ നിറവേറ്റുവാൻ ശ്രമിക്കുന്ന ഹൃദയം. ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാനാവില്ല. ഒന്നുകിൽ ദൈവത്തെ സേവിക്കണം, അല്ലേ മാമോനെ സേവിക്കണം. 2 വള്ളത്തിൽ
കാല് ചവിട്ടി മുമ്പോട്ട് പോകാനാവില്ല. വള്ളം രണ്ട് ദിക്കിലേക്ക് പോകുമ്പോൾ നടുക്കടലിൽ വീഴുന്ന ഒരനുഭവമായിരിക്കും അങ്ങനെയുള്ളവർക്ക്. ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും ആഗ്രഹത്തെ നിറവേറ്റുവാനുള്ള തത്രപ്പാടിൽ സമൂഹത്തിൽ ഇന്ന് കാണുമ്പോൾ ആത്യന്തികമായി ആത്മാവിനെ ഞെരുക്കുന്ന ജഡത്തിൻ്റെ മൃഗീയമായ വളർച്ചയ്ക്ക് മാത്രമേ അത് കാരണമാവുകയുള്ളൂ എന്നുകൂടി നാം മനസ്സിലാക്കണം. ആത്മാവിനെ ഞെരുക്കുന്ന ജഡത്തിൻ്റെ പ്രവണതകൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. മനുഷ്യജീവിതത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്ന ഉപമയാണിത്. മനുഷ്യജീവിതം കൃഷിയിടത്തിലെ വിതയും വിളവെടുപ്പും പോലെയാണ്. വിതയ്ക്കുമ്പോൾ കുറേ വിത്തുകൾ നഷ്ടപ്പെടുക സ്വാഭാവികമാണ്. നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല. അങ്ങനെ നല്ല ഉദ്ദേശത്തിൽ പോകുമ്പോഴും കുറേയൊക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വിതക്കാരനെ സംബന്ധിച്ചിടത്തോളം നഷ്ടവും പരാജയവും വിതയുടെ ആദ്യ ദിവസത്തിൽ തന്നെ തനിക്ക് അനുഭവവേദ്യമാകുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. പക്ഷികൾ വന്ന് തിന്നുന്നതും പാറപ്പുറത്ത് വീഴുന്നതും ഒക്കെ പരാജയമായി. ഒരുപക്ഷേ ഞാൻ എത്രയോ പാടുപെട്ടാണ് ഈ വിത്ത് സൂക്ഷിച്ചത്, അതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, പരാജയപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ചിന്ത കടന്നുകൂടുവാനുള്ള സാധ്യതയുണ്ട്. ആദ്യ ദിവസം തന്നെ വിത്തുകളിൽ ചിലത് പക്ഷി കൊത്തി തിന്നുന്നു. നഷ്ടത്തിൻ്റെ കഥ അവിടെ തീർന്നില്ല. തുടർന്ന് വിത്തുകൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞു പോവുകയാണ്. പാറപ്പുറത്ത് വീണ വിത്ത്, അതിന് വേര് ഇല്ല, വേരിറങ്ങാൻ സാധിക്കുന്നില്ല, അത് കരിഞ്ഞു പോവുകയാണ്. നഷ്ടത്തിൻ്റെ കഥ പിന്നെയും തുടരുകയാണ്. കൊയ്ത്തിന് മുമ്പ് നഷ്ടപ്പെടുന്ന ധാന്യച്ചെടികൾ നഷ്ടത്തിൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. എങ്കിലും എല്ലാ നഷ്ടങ്ങളും നിഷ്പ്രഭമാക്കുന്ന നേട്ടമാണ് ആർപ്പോടുകൂടിയുള്ള വിളവെടുപ്പിൻ്റെ കൃഷിക്കാരൻ്റെ അനുഭവം. അതിനുവേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം വിതച്ചപ്പോൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചല്ല, പിന്നെയോ അതിൻ്റെ ഫലമെടുക്കുന്ന ആ അവസരത്തിലുള്ള സന്തോഷമാണ് അവിടെ കാണുന്നത്. ആ വിജയത്തിൻ്റെ തിളക്കത്തിൽ ഇതുവരെയുണ്ടായ നഷ്ടങ്ങൾ വളരെ നിസ്സാരമായി കാണുവാനുള്ള ഒരു മനോഭാവം ആ കർഷകന് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ തമ്പുരാൻ എടുത്തു പറയുന്നത്. പരാജയങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മെ പിടികൂടാം. എങ്കിലും മനസ്സ് മടുക്കാതെ ആത്യന്തിക വിജയത്തിൽ മനസ്സ് ഉറപ്പിച്ച് മുമ്പോട്ട് നീങ്ങുന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളതെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിതക്കാരൻ്റെ ഉപമയിൽ കർത്താവിൻ്റെ ജീവിതം തന്നെ മറഞ്ഞു കിടപ്പുണ്ട്. ദൈവരാജ്യ പ്രഘോഷണത്തിലുള്ള പരസ്യ ജീവിതത്തിൻ്റെ അരങ്ങേറ്റ ദിനത്തിൽ തന്നെ അവിടുന്ന് സ്വന്തം നാട്ടിലെ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായി ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. തുടർന്ന് സമരിയക്കാരൻ പിശാച് ബാധിതൻ, ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കപ്പെടുകയും ജനക്കൂട്ടം അവിടുത്തെ കല്ലെറിയുവാനും പിടികൂടുവാനും പരിശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അവൻ്റെ ജീവിതം അവസാനം തന്നെ കുരിശിലൊരു പരാജയമായിരുന്നു എന്ന് ആളുകൾക്ക് തോന്നുകയാണ്. എങ്കിലും ആ പരാജയങ്ങളെയെല്ലാം ഉത്ഥാനത്തിൻ്റെ മഹത്വം വഴി അവിടുന്ന് മാറ്റിയെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത് സഭയുടെ ചരിത്ര വഴിയാണ്. അതോടൊപ്പം ഓരോ സഭാ ശുശ്രൂഷകനുമുള്ള മാർഗനിർദ്ദേശവുമാണ് ഇത്. കർത്താവിൻ്റെ വചനമാകുന്ന വിത്ത് മടുപ്പ് കൂടാതെ, യാതൊരു വിവേചനവും കൂടാതെ എല്ലായിടത്തും എല്ലാവരുമായി വിതയ്ക്കേണ്ടവനാണ് ഓരോ സഭാ ശുശ്രൂഷയും. മനുഷ്യ ഹൃദയങ്ങളുടെ, വ്യക്തികളുടെ വിപരീത പ്രതികരണങ്ങൾ അവനെ തളർത്തരുത്.
അവസാന വിളവെടുപ്പാണ് അവൻ്റെ ആഹ്വാനങ്ങളെ ലഘൂകരിക്കുന്നതും സ്ഥിരതയോടെ നിൽക്കുവാനുള്ള പ്രത്യാശ അവന് നൽകുന്നതും. ഈശോ സിനഗോഗിൽ നിന്ന് കടൽ തീരത്തോട് തൻ്റെ പ്രബോധന കേന്ദ്രം മാറ്റുകയാണിവിടെ. പുതിയ പ്രവർത്തികൾ എന്ന് പറയുന്നത് സുവിശേഷ പ്രേരിതമായ പ്രവർത്തികളാണ്. സ്വർഗീയമായ അർത്ഥമുള്ള ഭൗമികമായ സാധാരണക്കാരാണ് കടൽ തീരത്ത് സമ്മേളിക്കുന്നത്. അവർക്ക് മനസ്സിലാകുവാൻ ഉപമകൾ ആവശ്യമായിരുന്നു. നിസ്സംഗ മനോഭാവത്തോടെ ക്രിസ്തീയത ആകർഷകമാക്കാനൊക്കില്ല. വഴിയിലെ വിത്ത് പോലെ അതായിപ്പോകും. സമ്പൂർണ്ണ സമർപ്പണം നടക്കാതെ ക്രിസ്തീയ ജീവിതം അർത്ഥശൂന്യമായി തോന്നും. പാറമേൽ വീണ വിത്ത് പോലെയാകുമത്. ജീവിത വിഗ്രഹങ്ങൾ ദൈവത്തെ ഓർക്കാൻ സാധിക്കാത്തവർക്കും അങ്ങനെ തന്നെ. ജീവിതത്തിൻ്റെ വ്യഗ്രതയിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ദൈവത്തെ ഓർക്കാൻ സാധിക്കുന്നില്ല. അത് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് പോലെയാണ്. വചനം കേട്ട് സ്വീകരിച്ച് പ്രായോഗികമാക്കുവാൻ പരിശ്രമിക്കുന്നവർക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നു. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെ തടയുവാൻ ആർക്കും സാധ്യമല്ല. പ്രിയ സഹോദരങ്ങളെ, ഈ പശ്ചാത്തലത്തിൽ സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വത്തെ നാം അനുസ്മരിക്കുകയാണ്. സന്യാസ സമൂഹങ്ങളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ബെനഡിക്റ്റിൽ മാർച്ച് മാസം 2-ാം തീയതി 480 ജനിക്കുകയും ക്രിസ്തുവർഷം 543 മാർച്ച് 27-ാം തീയതി മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റ്. ഇറ്റലിയിലെ ഉബ്രിയ പ്രൊവിൻസിൽ നോർച്ചിയ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം ഒരു റോമൻ പ്രഭുവിൻ്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. സന്യാസിനികളുടെ നിയമസംഹിതയ്ക്ക് രൂപം നൽകിയ പ്രധാന പങ്കുവഹിച്ച വിശുദ്ധ സ്കൊളാസ്റ്റിക്ക അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. ബാല്യകാലവും പ്രാഥമിക വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് വളരെ നല്ല അനുഭവങ്ങളാണ് നൽകിയത്. എന്നാൽ റോമൻ യുവാക്കളുടെ സുഖലോലുപതയോടെ യോജിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം സുബിയാക്കോ എന്ന പർവ്വതത്തിലേക്ക് തൻ്റെ താമസം മാറ്റുകയും ആ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ താമസിച്ചുകൊണ്ട് ലോകത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ജീവിതശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ജീവിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവിക ജ്ഞാനം നേടാനുള്ള അഗാധമായ അഭിനിവേശത്തോടെ ബെനഡിക്റ്റ് ഏകാന്തതയിലും പ്രാർത്ഥനയിലും ഈ മലയിലെ ഗുഹയിൽ ചെലവഴിക്കുകയാണ് സമയം. റൊമാനൂസ് എന്ന ഒരു സന്യാസി അദ്ദേഹത്തിന് ഭക്ഷണവും വസ്ത്രവുമൊക്കെ കൊണ്ട് എത്തിച്ചു കൊടുക്കുമായിരുന്നു. കാലാന്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെപ്പറ്റി കേട്ടറിഞ്ഞ് പലരും വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ശിഷ്യ സമൂഹം രൂപപ്പെടുകയാണ് സുബിയാക്കോയിൽ. അങ്ങനെ പാശ്ചാത്യ ലോകത്ത് ക്രമീകൃതമായ സന്യാസ ജീവിത ശൈലിക്ക് ആരംഭം കുറിക്കുകയാണ് വിശുദ്ധ ബെനഡിക്റ്റ് സുബിയാക്കോ മലയിൽ. ബെനഡിക്റ്റിൻ്റെ സന്യാസ നിയമങ്ങളുടെ കാർക്കശ്യം ചില ശിഷ്യന്മാർക്ക് അസഹനീയമായി. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രബോധനങ്ങൾ പറയുമ്പോൾ ഇത് ആർക്ക് സ്വീകരിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരെ പോലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ശിഷ്യന്മാരായി കടന്നു വന്ന ആളുകൾക്ക്
കർക്കശമായ നിയമം പാലിക്കുന്നതിന് ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തെ വധിക്കുവാൻ പോലും ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്ത് അദ്ദേഹത്തെ വധിക്കുവാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരെപ്പോലും കാണുകയാണ് അവിടെ. എന്നാൽ മാരകമായത് എന്തു കുടിച്ചാലും നിങ്ങളെ ബാധിക്കുകയില്ല. തൻ്റെ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ പോകുന്ന ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശത്തിൽ പറയുകയാണ്. ഇവിടെ തൻ്റെ ശിഷ്യന്മാർ തന്നെ വിഷം കലർത്തി കൊല്ലുവാൻ പരിശ്രമിച്ചപ്പോൾ പരിശുദ്ധാത്മ നിറവിലൂടെ അത് വിഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടത് ഭക്ഷിക്കാതെ മാറി നിൽക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റിനെ ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആത്മജ്ഞാനം കൊണ്ടാണ് അദ്ദേഹം ഈ ചതി മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. യൂറോപ്പിൻ്റെ വികസനത്തെക്കുറിച്ച് നോക്കുമ്പോൾ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസനവും വിമോചനവും ഉണ്ടാകുകയുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി അദ്ദേഹം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതായി കാണുന്നുണ്ട്. 28 വർഷത്തോളം സുബിയാക്കോയിൽ ജീവിച്ച അദ്ദേഹം 12 അംഗങ്ങളുള്ള 12 ആശ്രമങ്ങൾ സ്ഥാപിച്ചു. പ്ലാസിഡസ് എന്ന തൻ്റെ ശിഷ്യൻ്റെ പിതാവ് അദ്ദേഹത്തിന് മോന്തോ കാസിനോ എന്ന് പറയുന്ന ഒരു കാസിലും കൊട്ടാരവും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളുമൊക്കെ ദാനമായി നൽകി. 529 സുബിയാക്കോയിൽ നിന്ന് മോന്തോ കാസിനോയിൽ താമസമാക്കുകയാണ് ബെനഡിക്റ്റ്. തൻ്റെ ആശ്രമാംഗങ്ങൾക്ക് പാലിക്കുന്നതിനായി സന്യാസ നിയമം അവിടെ തയ്യാറാക്കി. ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം എന്നീ വ്രതത്രയങ്ങളും സമൂഹ ജീവിതവും കമ്മ്യൂണിറ്റി ലൈഫും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് അദ്ദേഹം തയ്യാറാക്കിയത്. സമൂഹ ജീവിതത്തിൻ്റെ അവശ്യ ഘടകമായി പ്രാർത്ഥന, കൃഷി, പുരാതനമായ സഭയുടെ കയ്യെഴുത്ത് പ്രതികളുടെ പകർത്തിയെഴുതൽ എന്നിവ സന്യാസ ജീവിതത്തിൽ അവരുടെ കാര്യപരിപാടികളിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. ബെനഡിക്റ്റൻ ആശ്രമങ്ങളുടെ പൊതുവായ മാതൃക സന്യാസാശ്രമമായി മോന്തേ കസിനോ ആശ്രമം ഉയർന്നു വരികയാണ്. ഏകാന്തതയിൽ ജീവിക്കുന്ന സന്യാസ ശൈലിക്ക് പകരം സമൂഹ ജീവിതവും സുവിശേഷ പുണ്യങ്ങളുടെ അനുഷ്ഠാനവും പ്രചാരത്തിലായി. പ്രാർത്ഥന, പഠനം, കൈത്തൊഴിൽ എന്നിവ സന്യാസികളുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു. കഠിനമായ ജീവിതശൈലി, ദീർഘയാത്ര എന്നിവ ബെനഡിക്റ്റിനെ അവശനാക്കി. മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് തന്നെ അടക്കേണ്ടതായ കല്ലറ തുറക്കുവാൻ ആവശ്യപ്പെടുന്നു. അനുതപിക്കുന്നു. താമസിയാതെ കടുത്ത പനി അദ്ദേഹത്തെ ബാധിക്കുകയാണ്. പനി പിടിപെട്ട അദ്ദേഹം ഒരു സന്യാസിയുടെ സഹായത്തോടു കൂടി ദേവാലയത്തിലേക്ക് പോകുന്നു. വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നു. വളരെ ധന്യതയോടുകൂടി ഈ ലോകത്തെ വിട്ട് കടന്നു പോകുന്നു. ബെനഡിക്റ്റൈൻ ആശ്രമം ലോകത്തിന് കൊടുത്ത സംഭാവനകൾ നോക്കുമ്പോൾ 24 മാർപ്പാപ്പമാരും 4600 മെത്രാന്മാരും 5000 വിശുദ്ധന്മാരും സഭയ്ക്ക് നൽകുവാൻ തക്കതുപോലെയുള്ള ഒരു വലിയ കോൺട്രിബ്യൂഷനാണ് ബെനഡിക്റ്റൈൻ സന്യാസികൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബെനഡിക്റ്റിൻ്റെ നിയമം ആരംഭിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ആദ്യമായി ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുക, മറ്റെല്ലാം ചേർത്ത് നിനക്ക് തരപ്പെടും എന്ന് പറയുന്നത് പോലെ അധ്വാനം, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ഈ ഒരു ശൈലിയിലൂടെ അവർ മുൻപോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയും പ്രവർത്തനവും ബെനഡിക്റ്റിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം
ഇന്നത്തെ സമൂഹത്തിൽ ഫലദായകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലദായകമാകുവാൻ, നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തി നല്ല നിലങ്ങളാക്കി മാറ്റി അത് വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാൻ ഒരുക്കി കെടുത്തുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കും. അവിടുത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ലോകത്തിൻ്റെ ലൗകായികത്വത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതശൈലി പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാതൃക നമ്മെ സഹായിക്കട്ടെ.